पूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्तिकम् ഇവിടെ എന്ത് എണീക്കാത്തെ? ഇപ്പൊ 5 മണിക്ക് വെച്ചിട്ട് പണിയെല്ലാം തുടങ്ങുന്നതാന്നല്ല. സമയം 6 കഴിയാളാണ്. രാവിലത്തെ ചായ കുടിക്കാൻ എന്തോ പോലെ ആവുന്നല്ലപ്പാ. ഇവിടെ ഇപ്പൊ എണീക്കുന്ന ലക്ഷണമൊന്നും കാണുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് ഓള് മനഃപൂർവ്വം എണീക്കാത്തതാണമ്മ. അങ്ങനെയായിട്ടാണെങ്കിൽ ഓൾ അവസാനമായിരിക്കുന്നു. നമുക്ക് മനസ്സിലായില്ല ശരിക്കും ഞാൻ ആരാന്ന്. വീട്ടിലമ്മയെ പോലെ അവിടെ ഉറങ്ങുന്നുണ്ട് ഓള്. എന്തിനോട് എണീക്കാത്തെ? സമയം 7 മണിയാവാനായല്ല. ഈ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തതാന്ന് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊന്നും അല്ല അമ്മേ. ഓ തലവേദന എടുത്തിട്ട് കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. 2-3 പ്രാവശ്യം ഛർദിക്കുകയും ചെയ്തു. തലവേദന ഇതെല്ലാം ഓളെ അടവാന്ന്. നീ ഒരു പാവായതുകൊണ്ട് നിന്നെ എന്ത് പറഞ്ഞ് പറ്റിക്കാല. അമ്മ ഞാനിന്ന് ഓഫീസിൽ പോകുന്നില്ല. ഓളെ കൂട്ടിയിട്ടൊന്ന് ഡോക്ടർക്ക് പോകണം. ഇപ്പൊ കുറേ ആയി തലവേദന വന്നുകൊണ്ടിരിക്കുന്നു. പോന്നില്ലേ? എന്തിട്ട് പോവാത്തെ? നാണില്ലടാ ഭാര്യക്ക് കാവലിരിക്കാൻ വേണ്ടിട്ട്. ജോലിക്ക് പോകുന്നില്ല പറയാൻ വേണ്ടിട്ട്. ഇങ്ങനെ ഒരു പെങ്കോന്തനാവല്ല കേട്ടാ. കുറച്ചൊന്നും ഉഷാറല്ല ആവ്. ഓള് പറയുന്നെല്ലാം കേട്ടിട്ട് ഇങ്ങനെ വിശ്വസിച്ചിട്ട് ജോലിക്ക് പോകുന്നില്ല പോലും. എപ്പ മുതൽ നീ ഇങ്ങനെയായി? നീ ഇവിടെ കല്യാണം കഴിച്ച പിന്നല്ലേ നിന്റെ സ്വഭാവം ഇങ്ങനെയായി? നീ പൊങ്കോന്ത്. ജോലിക്ക് പോകുന്നില്ല പോലും. എത്ര കഷ്ടപ്പെട്ടിട്ട് നിന്നെ പഠിപ്പിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയെന്ന് അറിയാം. എനിക്ക് എന്തൊക്കെ വിചാരമുണ്ട് എനിക്ക്. ഓക്ക് വേണ്ടിട്ട് എന്നാ പണികളഞ്ഞ് വീട്ടിലിരുന്നോ. ഓളും മുരുകനും ഇവിടെ ഇരുന്നോ. ഞാനെവിടെയെങ്കിലും പോയേക്കാം. എനക്കാവൂല എങ്ങനത്തെ കളിയൊന്നും കാണാൻ വേണ്ടിട്ട്. ഈ അമ്മയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മിണ്ടാട് ജോലിക്ക് പോയിക്കോളും നീ. തലവേദന കാലിനെല്ലാം കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. ജോലിക്ക് പോകുന്നില്ല പോലും. പോയി കുളിക്കടാ. അങ്ങനെ ഓളിപ്പോ ഡോക്ടറെ കാണിക്കണ്ട. ഓളെ ചത്തുപോയ അച്ഛൻ പൈസ കൊടുത്തരുവാ ഡോക്ടറെ കാണിക്കാൻ. പറഞ്ഞ പൈസ ഇതുവരെ ഇവിടെ എത്തിയിട്ട. ഡോക്ടറെ കാണിക്കാൻ പോവാനിട്ടാണ് ഇപ്പൊ. അമ്മ ഞാൻ പോന്ന്. ആ ശരി. ചോറും ഹോട്ടലിൽ നിന്നോ? ആ എന്റെ മോനൊരു ചോറാക്കി കൊടുക്കാൻ പോലും ഒക്കെ കഴിക്കാനായില്ല. എന്റെ മോനെ തലയിൽ കയറിയൊരു സാധനം. ഉറങ്ങുന്നില്ലേ നാണം കേട്ടവള്. തമ്പുരാട്ടി നമുക്ക് എണീക്കാനായിട്ടേനു. സമയം 8:30 എന്റെ മോൻ പോകുമ്പോ ഇത് ചോറ് പോലും കൊണ്ടുപോകണ്ടാ പോയിന്. അതൊന്നും പിന്നെ നിനക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. എണീക്കരുത്. തലവേദന എടുക്കുന്ന അമ്മ എനിക്ക്. തലവേദന എന്റെ തലവേദന ശരിയാക്കി തരാ. ഇങ്ങനെ കെട്ടിലമ്മനെ പോലെ കിടന്നുറങ്ങണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ കെട്ട് കണക്കിന് പൈസയും കൊണ്ടുവരണം. അല്ല അമ്മ തല പൊട്ടുന്ന വേദനയുണ്ട്. കെട്ട് കണക്കിന് പോയിട്ട് പറഞ്ഞ പൈസ തന്നിട്ടാ. നീയും കണക്കന്നെ എന്റെ വീട്ടുകാരും കണക്കന്നെ. അല്ല നാണം കേട്ടവരെന്നെ. ഇനി കുറച്ചല്ലേ തരാനില്ലോ അമ്മേ. അമ്മക്ക് പണിക്ക് പോകാൻ പറ്റാത്തോണ്ടല്ലേ. അമ്മക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ അമ്മ അത്. അമ്മക്ക് സുഖമില്ല പോലും. അതൊന്നും എനക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ അമ്മക്ക് സുഖം ഉണ്ടായാലും ചത്താലും ജീവിച്ചാലും എനക്കതൊന്നും പ്രശ്നമൊന്നുമില്ല. വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. അതെനക്ക് നിർബന്ധാന്ന്. നീ നിന്റെ അമ്മനെ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞോ. ഒരാഴ്ച ഞാൻ സമയം തരും. ആ തരാനുള്ള പൈസ ഇവിടെ കൊണ്ടു തന്നിട്ടെങ്കിലേ
അമ്മയും മോളും പോയിക്കോ. എന്റെ അമ്മേന്റെ അടുത്ത് തന്നെ സുഖമായിട്ട് നിന്നോ, പിന്നെ ഇങ്ങോട്ട് കയറണ്ട. ഏട്ടനോടെല്ലാം ഞാൻ പറഞ്ഞോളൂ, എന്റെ പണിയെടുക്ക് പോയിട്ട്. ഏട്ടെ ഹലോ, ആ ഓള് കിടക്കുന്നുണ്ട്. നിന്റെ ഓളെ ആരും ഇവിടെ തല്ലുന്നു കൊല്ലുന്നൊന്നുമില്ല. പോയിട്ട് പണിയെടുക്ക്. ഓ, ഓളെ സുഖവരാറിയായിട്ട് ഓനോട് ഇരുത്തം വരുന്നില്ല. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഓർത്തോള്. ഓനോട് ഞാൻ ഈ റെസ്റ്റ് എടുക്കുന്നതെന്നാ പറഞ്ഞില്ലത്. ഇനി ഓൻ വന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാലോ നിനക്കെന്നാ. പണിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു അമ്മ. അപ്പൊ അലക്കിയ നീ? ഇല്ല, അലക്കണ എത്ര, ചായ കുടിച്ചിട്ട് അലക്കാമ. വേണ്ട, നീ അലക്കിയിട്ട് ചായ കുടിച്ചാ മതി. അങ്ങനെ നിന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങൾ നടക്കാൻ നിന്റെ വീടൊന്നല്ല. ആ ചായ കുടിച്ചിട്ട് അലക്കുന്ന പോലും. പോയിട്ട് അലക്കിയിടേ. എന്റെ ബെഡ്ഷീറ്റും ഉണ്ട്, അതും എടുക്ക്. 2 ദിവസം കൂടുമ്പോ എന്റെ ബെഡ്ഷീറ്റ് മാറ്റിക്കൊള്ളണം. എടുത്തേക്കാണ് താഴ്ന്ന് കുടിച്ചാ മതി. നീ നിന്റെ അമ്മ എപ്പാണോ ശ്രീധരത്തിന്റെ ബാക്കി തരുന്നത് അന്ന് തീരുമാനിക്ക ഏടെ ഇരിക്കണമെന്ന്. ഓ, കെട്ടിലാമ്മ വേഗം കയറി ഇരിക്കാൻ വേണ്ടിട്ട് പോന്ന്. പോയി അപ്പുറത്തായി ചായ കുടിക്ക്. ഇതിനെ കാണുമ്പോ എനിക്ക് കഴിയാതെ. എന്റെ മോൻ ഏത് സമയത്ത് ഇവിടെ കഴിക്കാൻ തോന്നിനി? അന്നേരം ഞാൻ പറഞ്ഞതാണ് വേണ്ട വേണ്ടാന്ന്. ഓ, പെണ്ണ് കാണാൻ പോകുമ്പോ എന്നെ ഇഷ്ടപ്പെട്ടു പോയില്ലേ? അത് മതി അമ്മേന്ന് പറഞ്ഞ ഒറ്റ കാലിൽ നിൽക്കലല്ലേ ഉണ്ടായിനി.
വേണ്ടിയിരുന്നു.